ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നെൻ്റെ 16th ഡേ ഓഫ് ചാലഞ്ചാണ്. സോ നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്ക് പോകാം. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മെഡിറ്റേഷൻ ചെയ്യണം എന്നും പറഞ്ഞുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇന്ന് എണീറ്റത്. സോ നമുക്കിന്ന് നേരെ മെഡിറ്റേഷനിലേക്ക് പോകാം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഞാൻ രാവിലെ ഇപ്പോൾ എണീറ്റ് ഫ്രഷൊക്കെ ആയി. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഹായ് ഗൈസ്, അപ്പം ശുക്രിയ ആൻഡ് നമ്മുടെ രാവിലത്തെ ഒരു എക്സസൈസ് ഒക്കെ ചെയ്തു. ഞാൻ ഇനി ചെയ്യാനുള്ളത് എഴുത്തും കുറിയാണ്. നമുക്ക് നേരെ എഴുതാം. എഴുതിയിട്ട് ഇന്ന് എനിക്ക് കോളേജ് 9 മണിക്കാണ്. 9 മണിക്ക് കോളേജും ഉണ്ട്. പിന്നെ ഫുഡും എന്തെങ്കിലും കറി വെക്കണം. ചോറ് ഓൾറെഡി ഞാൻ വെച്ചായിരുന്നു, കറി വയ്ക്കണം. അപ്പം അതൊക്കെ നമുക്ക് വേഗം വേഗം ചെയ്യാം. ഓക്കെ, വെള്ളം. ഹായ് ഗായ്സ്, ഞാനിപ്പോൾ കോഫി കുടിക്കുകയാണ്. വളരെ നല്ല കോഫി. ഞാൻ ഇന്ന് തൊട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഓൾറെഡി ഷുഗർ തീരാറായി എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വെച്ച് ഇനി വാങ്ങിക്കണ്ട. ഓക്കെ, ഇപ്പം കോഫിയിൽ ഞാൻ അങ്ങനെ ഷുഗർ ഇട്ടിട്ടില്ല. പതിയെ പതിയെ ഷുഗർ കട്ട് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഞാനിപ്പം വായിച്ചുകൊണ്ടിരുന്നതാണ്. വൈകിട്ട് വന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ ഏകദേശം ഇന്നലെ പാരസൈറ്റോളജി ഇന്നലെ കുറച്ച് വരച്ചായിരുന്നു. അത്യാവശ്യം ആ PDF ഉള്ളതൊക്കെ വരച്ചു. പക്ഷേ അപ്പോഴാണ് അറിയുന്നത് മാം എന്തൊക്കെയോ എഴുതാനും കൊടുത്തിട്ടുണ്ടെന്ന്. ഇനി ഞങ്ങളുടെ ബാച്ചിൽ ഇതുവരെ വന്ന് തന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എഴുതണ്ടാണ് അയ്യോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തായാലും ശനിയാഴ്ച ഞങ്ങൾക്ക് പാരസൈറ്റം ഉണ്ട്, ഞങ്ങൾക്ക് കൊണ്ട് വെക്കണം, സബ്മിറ്റ് ചെയ്യണം. നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പോയി ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഇനി എനിക്ക് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി അരയ്ക്കണം. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം. ചോറൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ചമ്മന്തി അരയ്ക്കണം. പിന്നെ രാവിലെ കഴിക്കാനായിട്ടുള്ള ദോശ ചുടണം. ദോശയാണ് ഇപ്പോൾ എൻ്റെ മെയിൻ. അപ്പോൾ അതൊക്കെ ചെയ്യാം. സോ നമുക്കതൊക്കെ ചെയ്യാം. കോഫി കുടിച്ച് തീർത്ത് ഉടനെ നമുക്കിതൊക്കെ ചെയ്യാം. സമയമില്ല, എനിക്ക് 9 മണിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്. വ്യാഴം, വെള്ളി, ശനി ഞങ്ങൾക്ക് 9 മണിക്കാണ് ക്ലാസ്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഞങ്ങൾക്ക് രാവിലെ 10 മണിക്കാണ് ക്ലാസ്. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ് ആയിരുന്നു വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് 9 മണിക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഡ്രസ്സും ഇതൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി. മുടിയൊന്നും കെട്ടിയില്ല, ഒന്ന് മുഖം കൂടി ഒക്കെ ഒന്ന് ഒരുങ്ങണം. അപ്പോൾ ഞാൻ മുടിയൊന്നും കെട്ടിയില്ല, ഡ്രസ്സ് മാത്രം ഇപ്പം മാറി ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഒന്നും കൂടി മുടിയൊക്കെ ചീകി കെട്ടാമെന്ന് വിചാരിച്ചു. രാവിലെ ഓൾറെഡി എല്ലാം ഫ്രഷ് ആയിട്ടിരുന്നതാണ്, പിന്നെ ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആക്കണമല്ലോ. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി ഇനി ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ദോശ ഉണ്ടാക്കിയില്ല, കാരണം സാമ്പാർ കറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കിയില്ല. ഞാൻ വിചാരിച്ച് ഫ്രൂട്ട്സും ഇതും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കഴിക്കട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി. ഡ്രസ്സൊക്കെ ഇട്ടു, മുടി ഞാൻ ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചു. സോ റെഡിയായി. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം 8:45, 8:50 കഴിഞ്ഞു. അപ്പം ക്ലാസ്സിൽ പോയിട്ട് വരാം. ഇന്ന് വലിയ വെയിറ്റ് ഇല്ല ബാഗിൽ. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് LPT ആണ്, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് ടെക്നോളജി. ചെറിയ മഞ്ഞളാണ്, വലിയ വെയിറ്റൊന്നുമില്ല. പോയിട്ട് വരാം. രാവിലെ 3 മണിക്കൂർ കണ്ടിന്യൂസ് ഇരിക്കണം ലെക്ചർ ക്ലാസ്സിൽ. പോയിട്ട് വരാം. കോളേജിൽ നിന്ന് വന്നു. ഇപ്പം വന്നിട്ട് കുറച്ച് നേരമായി. ഞാൻ നേരെ പോയി കുളിച്ചു. അമ്മാതിരി വെയിലായിരുന്നു ഗൈസ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഇങ്ങനെ ചൂട്, കാറ്റ്, ഹ്യൂമിഡിറ്റി അല്ല കൂടുതലും വെയിലടിച്ചിട്ട് അതിങ്ങനെ പഴുത്ത് ചൂടായിട്ട് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ ചുമ്മാ നിന്നാൽ ഇങ്ങനെ വിയർക്കുമല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, വെറുതെ നിന്നാലൊന്നും വിയർക്കത്തില്ല. പക്ഷേ വെയിലത്തോട്ട് ഇറങ്ങിയുണ്ടല്ലോ സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കോളേജിനകത്ത് നിന്നപ്പോഴോ, ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊണ്ടുപോയി. അപ്പോൾ കോളേജിന് ക്ലാസ്സിനകത്താകുമ്പോൾ AC ഫാനൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കോളേജിൻ്റെ ആ വരാന്തയിൽ നിന്നാലൊന്നും നമുക്ക് ഇത്രയും ചൂടും അങ്ങനെ തോന്നില്ല. വെയിലത്തോട്ട് ഇറങ്ങിയുണ്ടല്ലോ ഈ ഒരു രക്ഷയില്ല ചൂടിന്. നല്ല ചൂടാണ് വെയിലത്തോട്ട് ഇറങ്ങിയ. ഞാൻ അവിടുന്ന് ഇവിടെ വരെ വന്നപ്പോൾ ഞങ്ങൾ ഏകദേശം 2:40 ആയപ്പോൾ ഞങ്ങളെ വിട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഇവിടെ തൊട്ട് ഇവിടം വരെ, ഇവിടെ വായിടാകാൻ തൊട്ട് ഇവിടം വരെ ഡ്രൈ ആയിപ്പോയി. ഞാൻ നേരെ വന്ന് ആ ഒരു വിയർത്ത പോലെ എനിക്ക് തോന്നിയാണ് നേരെ വന്ന് പോയി കുടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പം എന്തായാലും വെള്ളം കുടിച്ചു. സാറിന് എനിക്ക് അത്രയ്ക്ക് ദാഹിച്ചു എനിക്ക്. ഞാനപ്പോൾ ആലോചിച്ച് മരുഭൂമിയിലൊക്കെ ഉള്ള ആൾക്കാരുടെ അവസ്ഥയെ. ഓക്കെ, അപ്പം ഞാനിനി എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കയറ്റണം. നാളെ ക്ലാസ് ഇല്ല. അപ്പം ഇനി എൻ്റെ കാര്യങ്ങളിലോട്ട് പോട്ടെ. എനിക്ക് ഈ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ കയറ്റണം. അതിൽ ഓരോന്നോരോന്നോട്ടേ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് എനിക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ മയക്കം പോലെ വന്നു. അപ്പം യൂട്യൂബിൽ ഇടേണ്ട വീഡിയോസൊക്കെ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടിരിക്കുമായിരുന്നു. ഇനി ഈ വീഡിയോ കൂടി ഇപ്പോൾ എടുക്കുന്നതും കൂടി ആഡ് ചെയ്താൽ മതി, എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഉറക്കം. ഞാൻ പറഞ്ഞില്ലേ, ക്ലാസ്സിൽ പ്രാക്ടിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എക്സ്റ്റൻഷൻ എക്കണോമിക്സ് ആയിരുന്നു. ഭയങ്കര ബോറാണ്. എനിക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ വിഷയത്തിനെക്കുറിച്ച് എനിക്ക് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ.
അപ്പം ഭയങ്കരമായിട്ട് ഉറക്കം വന്നായിരുന്നു LPTയിൽ. പറഞ്ഞാൽ ചോറൊക്കെ കഴിച്ചിട്ട് നല്ല വയറ് നിറച്ച് ചമ്മന്തി ഒക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് ചെന്നിരുന്ന് മാമാണെങ്കിൽ അട്ടർ ബോറ്. എന്നിട്ട് ഭയങ്കര ബോറ്, നല്ല ബോറായിരുന്നു. അങ്ങനെ മാം ഞങ്ങൾക്ക് പഠിപ്പിച്ച് 2 യൂണിറ്റൊക്കെ പഠിപ്പിച്ചിട്ട് അത് ഇങ്ങനെ ഉറക്കം തൂങ്ങുമായിരുന്നു. എന്നിട്ട് വന്നിട്ടാണ് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വന്നു. കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി. പിന്നിനി അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞെട്ടി ഉണർന്നേ ഉറങ്ങിപ്പോയോന്ന്. അപ്പോൾ എന്തായാലും ആ ഒരു ക്ഷീണം അങ്ങ് പോയി. അപ്പം എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഈ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തത്. നമ്മളൊരു കോണ്ടന്റ് ക്രിയേഷനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ, നമുക്കറിയാവുന്ന ഏറ്റവും പരിചയമുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത വീഡിയോസൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദ റിയാലിറ്റി ഈസ് ആ വീഡിയോസ് കറക്റ്റാണ്. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്താലും, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്താലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താലും എന്നെ അറിയാത്ത ആൾക്കാരാണ് യൂട്യൂബിൽ ഒരു കുറച്ച് പേര്, അറിയാവുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയില്ല. ഇപ്പം എൻ്റെ വീട്ടുകാരാണെങ്കിലും ഞാൻ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോസും കാണാറുണ്ട്, എൻ്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഈ വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ചെയ്യും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അവരൊന്നും സബ്സ്ക്രൈബ് പോയിട്ട് അവരൊന്നും വീഡിയോ പോലും കാണാറില്ല. ഇൻസ്റ്റഗ്രാമിലും സെയിം ഇതാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു അൽഗോരിതം എന്ന് വെച്ചാൽ നമ്മുടെ അറിയാവുന്ന ആൾക്കാർ, എനി പേഴ്സൺ ആ വീഡിയോ കണ്ടിട്ട് അവരപ്പം 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ 1 സെക്കൻഡ് പോലും, 1 മിനിറ്റുള്ള വീഡിയോ ആണ് സാധാരണ, 1 മിനിറ്റല്ലേ ഉള്ള വീഡിയോ, സോറി. അപ്പോൾ ഈ 1 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ തന്നെ അവർ അത് ഫുള്ള് കാണണം. ഫുള്ള് കണ്ടിട്ട് അവർ എന്തെങ്കിലും ഒരു ഇംപ്രഷൻ, ലൈക്കോ എന്തെങ്കിലും കൊടുത്തിട്ട് വീണ്ടും അവരിതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ മാത്രമേ ഈ വീഡിയോ ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യത്തില്ല. ഇൻസ്റ്റഗ്രാം തന്നെ അതിനെ ഡിഗ്രേഡ് ചെയ്ത് കളയും. അപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്ന പകുതി ആൾക്കാർ എൻ്റെ വീഡിയോ കാണാറില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് മേ ബി എനിക്കറിയില്ല, അവരുടെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഇറ്റ്സ് ഫൈൻ. ഒരാൾ പോലും കണ്ടിട്ട് നമ്മുടെ ഒരു അഭിപ്രായം അങ്ങനെ ഇപ്പം ഏറ്റവും അടുത്ത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെയാണ് നമ്മുടെ പറയുന്നത് അടിപൊളി കൊള്ളാം അങ്ങനെയൊക്കെ. സോ എനിക്ക് കുറേ ദിവസമായിട്ട് ഇത് തോന്നുന്നുണ്ട്. ഇപ്പം ഇന്ന് എൻ്റെ 16ാമത്തെ ദിവസമാണ്. ഈ 16 ദിവസമായിട്ടും ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നെന്ന് പോലും എന്തുവാണെന്ന് ചോദിക്കാത്ത ആൾക്കാരുണ്ട്. എന്നെ അറിയാത്ത അല്ലെങ്കിൽ എന്നെ അടുത്ത് എന്നെ ഡയറക്റ്റ് എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ വരെ എൻ്റെ അടുത്ത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദർ ഇസ് 2 types ഓഫ് പീപ്പിൾ, യുനോ. സോ അപ്പോൾ അത് ആ റിയലൈസേഷനൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇന്നെൻ്റെ 16th ഡേ ആണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ദിവസം കൊണ്ടുപോകാൻ പറ്റിയതിൽ. ഇന്നലെ ഞാൻ കുറച്ച് ഡള്ളായിരുന്നുകൊണ്ട് എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ എനിവേ ഗൈസ്, താങ്ക് യു. നമ്മളെ കുറച്ചെങ്കിലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ഒരു കമൻറ്റോ അല്ലെങ്കിൽ ഒരു ഇംപ്രഷനോ ഒരു ലൈക്കോ ഒക്കെ തരുന്ന, അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് അഭിപ്രായം പറയും, ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ അത് കൊള്ളാം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു. ഇത്രയും ദിവസം എനിക്ക് എന്നോട് തന്നെ താങ്ക് യു പറയാനുണ്ട് ചെയ്തതിന്. ആൻഡ് എൻ്റെ വീഡിയോ ഒക്കെ 1 or 2 ആൾക്കാർ കണ്ടാലും ഐ എം സോ ഹാപ്പി. അവരോടൊക്കെ നന്ദി പറയുന്നു. സോ ഇനി ഈ വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചായ ഇട്ട് കുടിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. ബാക്കി നാളെ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്തെങ്കിലും സിനിമ കണ്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചെറിയ ഒരാഗ്രഹം, ഒരു സിനിമ കാണാൻ. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഏത് സിനിമ കാണണമെന്ന്. സോ ആലോചിക്കാം. എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ.